അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിച്ചു നോക്ക്, ചെറിയ വിഷയമല്ലല്ലോ. കാഫിറായിട്ട് ചത്തുപോകും. ഈമാൻ ദുന്യാവിലിരിക്കുമ്പോൾ ഊരപ്പെടുന്ന മാത്രമല്ല, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ കാഫിറായിട്ടാണ് മരിക്കുക. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ കാന ഫീ സദ്രിഹി ആയത്തും മിൻ കിതാബില്ലാഹ് വസുബ്ബ അലൈഹിൽ ഖമറു ജാഅ യൗമൽ ഖിയാമ കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയ ഫയഖുദു ബിനാസിയതിഹി ഫയുഖാസിമുഹു ബൈന യദയില്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആരൊരുവൻ ഈ ദുനിയാവിൽ അല്പം ലഹരി നുണഞ്ഞിട്ടുണ്ടോ, ആരൊരുവൻ പരിശുദ്ധമായ ഖുർആൻ ഹൃദ്യസ്ഥമായിരിക്കെ, ഖുർആൻ മുഴുവനുമുള്ളവരെ കുറിച്ചല്ല, കേവലം ഖുർആനിലെ ഒരു ആയത്തെങ്കിലും മനപ്പാഠമുള്ളതായ ഏതെങ്കിലും സഹോദര സഹോദരിമാര് ഉണ്ടോ? ഈ സദസ്സിൽ ഖുർആനിലെ എത്രയോ സൂക്തങ്ങൾ മനപ്പാഠമുള്ള സഹോദരങ്ങളുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മനപ്പാഠമില്ലയോ? മുഅവ്വിദതൈനിയാകുന്ന സൂറത്തുൽ ഫലക്കും നാസും മനപ്പാഠമില്ലയോ? ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് മനപ്പാഠമില്ലയോ? എത്രയോ ചെറിയ സൂറത്തുകൾ മനപ്പാഠമുള്ളവരുണ്ട്, എത്രയോ വലിയ സൂറത്തുകൾ മനപ്പാഠമുള്ളവരുണ്ട്. പഠിച്ചു വെക്കണേ. എന്നാൽ ഈ ആയത്തുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കേ, നിന്റെ ഹൃദയത്തിൽ നീ സൂക്ഷിക്കേ. നിന്റെ നാവിലൂടെ കള്ള് നിന്റെ ആമാശയത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ കാന ഫീ സദ്രിഹി ആയത്തും മിൻ കിതാബില്ലാഹ്, പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തെങ്കിലും ഹൃദയത്തിൽ ഉണ്ടായിരിക്കെ, വസുബ്ബ അലൈഹിൽ ഖമറു, അവന് കള്ള് ഒഴിച്ചു കൊടുത്താൽ, കള്ളവന്റെ നാവിലേക്ക് എത്തിച്ചാൽ, ആ നാവിലൂടെ നുണഞ്ഞിറങ്ങി ആമാശയത്തിലേക്ക് അവന്റെ ഉദരത്തിനുള്ളിലേക്ക് എത്തിയാൽ, ജാഅ യൗമൽ ഖിയാമ കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയാ, നീ ഖുർആനിലെ ഏത് ആയത്താണോ ഹൃദയത്തിൽ വെച്ചത്, ആ ആയത്തുകളിലെ ഓരോ അക്ഷരങ്ങളും നാളെ അള്ളാന്റെ കോടതിയിലേക്ക് കടന്നു വരുകയാണ്. കേവലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഒരു ആയത്ത് മാത്രമാണ് മനപ്പാഠമുള്ളതെങ്കിൽ എൻ്റെ മുന്നിൽ അങ്ങനെയുള്ളവർ അല്ല. ഏറ്റവും കുറഞ്ഞതാണ് കുമ്മനമുസാദ് പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഒരു ആയത്തെങ്കിലും മനപ്പാഠമില്ലാത്ത ഒരു സഹോദരനില്ല, ഒരു സഹോദരിയില്ല. എന്നാൽ കേൾക്കണേ, പഠിച്ചു വെക്കണേ, ബിസ്മിയുടെ അക്ഷരങ്ങൾ 19. നാളെ നരകത്തേക്കാക്കുന്ന മലക്കുകളുടെ എണ്ണവും 19. അലൈഹാ 19. നരകത്തേക്കാക്കാൻ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന മലക്കുകളുടെ എണ്ണവും 19. ഈ 19 അക്ഷരങ്ങൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുകയാണ്. കാരണം നീ ബിസ്മി മനസ്സിലുണ്ടായിരിക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആയത്ത് മനപ്പാഠമാക്കിയിരിക്കെ, നിന്റെ നാവിലൂടെ നിന്റെ ഉദരത്തിലേക്ക് ഒരൽപ്പം കള്ളി എത്തിച്ചവനാണ്, ലഹരി നുണഞ്ഞവനാണ്, പാൻപരാഗ ചവച്ചവനാണ്, നിന്റെ ഉള്ളിലേക്ക് ലഹരി കൊണ്ടുവന്നവനാണ്.